സാറേ, നമ്മളങ്ങനെ ചെയ്യോ? ഇത് വലിയ പ്രശ്നമാണ്. ഒരു ഡോക്ടർ കുട്ടിയെ വിറ്റു എന്നാണ് വിഷയം. ഇത് വലിയ ക്രൈമാണ്. പരാതി എനിക്കിപ്പോ കിട്ടിയേ ഉള്ളൂ. ഒത്തീർപ്പാക്കാവുന്നു. വന്നോ, കാണാലോ. ഇങ്ങോട്ട് വരണ്ട, വീട്ടിലോട്ട് വന്നാ മതി. പിന്നെ വരുമ്പം പഴയ നോട്ട് കൊണ്ടൊന്നും വന്നേക്കരുത്. എല്ലാം പുതിയ നോട്ട് വേണം. സാറിന്റെ ചിരി കണ്ടിട്ട് ആരെയോ കുരിക്കിയത് പോലെ ഉണ്ടല്ലോ. ഇത് വലിയ സംഭവമാണോ? സംഭവം ഒരു കിടുകിടിലൻ സാധനം. കിടുകിടിലൻ സാധനം എന്തുവാ? എടോ, നമ്മുടെ ഡിലൈറ്റ് ഹോസ്പിറ്റലിലെ പുതിയ ഇഷ്യൂ താൻ അറിഞ്ഞില്ലേ? ഇല്ലല്ലോ സാർ, അറിഞ്ഞില്ലല്ലോ. എന്തോ സംഭവം? എടോ, അവിടെ കണ്ട് പ്രസവിച്ച ഉടനെ ഒരു കുഞ്ഞിനെ അവിടുത്തെ ഡോക്ടർ വിറ്റു എന്നും പറഞ്ഞൊരു കംപ്ലൈന്റ് തന്നിരിക്കുക. അയ്യോ അയ്യോ, അത് ഭയങ്കര പ്രശ്നമാവൂലേ സാർ? എടോ, ഈ വാർത്ത പുറത്തു വല്ലവര് പറഞ്ഞാൽ ആൾക്കാർ ഹോസ്പിറ്റലിൽ അറിഞ്ഞു പൊട്ടിക്കും. ദേ, പരാതി ഒന്ന് വായിച്ചു നോക്കി. ബഹുമാനപ്പെട്ട CI ഷിജുവിന് താങ്കളുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഡിലൈറ്റ് ഹോസ്പിറ്റലിൽ നടന്ന സംഭവം ഞെട്ടിക്കുന്നതാണ്. PK സുശാന്തിന്റെ ഭാര്യ P പ്രവീണയുടെ പ്രസവത്തിലുണ്ടായ ഇരട്ടക്കുട്ടികളിൽ ഒന്നിനെ രക്ഷിതാക്കൾ അറിയാതെ ഡോക്ടർ രമ്യ ഒരു വിദേശ മലയാളിക്ക് വൻ തുകയ്ക്ക് വിറ്റതായി അറിയുന്നു. എന്റെ അമ്മേ, ഇക്കാര്യത്തിൽ അന്വേഷിച്ച് കുറ്റക്കാരിയായ ഡോക്ടറിനെ ശിക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് KK രാമചന്ദ്രൻ. സാറേ, ഇതിപ്പോ എന്ത് ചെയ്യണം സാറേ? എടോ, താൻ ആ ASI 2 പോലീസുകാരുമായിട്ട് അവിടെ പോയെന്ന് അന്വേഷിക്കും. ഉടനെ എനിക്ക് റിപ്പോർട്ട് കിട്ടണം. ശരി സാർ. എന്റെ തൊപ്പി എവിടെ നോക്കിയാ സാറേ സല്യൂട്ട് അടിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ തൊപ്പി എറിപ്പിക്കാൻ വേണ്ടി നടക്കുക. ഇയാളൊക്കെ ആരോടോ പോലീസിലെടുത്തു? സാറിന് ആരാ പോലീസിലെടുത്ത്? അവര് തന്നെ എടുത്തത്. അല്ല സാറേ, ശരിക്കും എന്താ സംഭവം? സംഗതി രഹസ്യം. എന്തായാലും സാറ് പറ. എടോ, ഈ പറയുന്ന സുശാന്തിന്റെ ഇരട്ടക്കുട്ടികൾ ഒരാൾ അപ്പ തന്നെ മരിച്ചുപോയി. അത്രേ ഉള്ളു കാര്യം. അതിന് ഇത്രയും ബഹളം വെക്കുന്ന എന്തിനാ സാറേ? അതോ, ആ ഹോസ്പിറ്റലിനെതിരെ ഒരു ഇഷ്യൂ ഉണ്ടായാലേ മറ്റു ഹോസ്പിറ്റലുകൾക്ക് വരുമാനം ഉണ്ടാകത്തുള്ളൂ. അവന്മാര് കാശുമായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. പിന്നെ ഈ രമ്യ ഡോക്ടർക്ക് ഈയിടെയായി നല്ല പേരാ ഗൈനക്കോളജിയിൽ. ആ പേര് തകർത്താൽ കാശ് തരാൻ റെഡി ആയിട്ടിരിക്കുക മറ്റു ഡോക്ടർമാര്. അവര് മൊത്തമായും KK രാമേന്ദ്രനെ കൊണ്ടുണ്ടാക്കിയ പരാതിയല്ലോടോ ഇത്. അത് കൊള്ളാലോ സംഗതി. അല്ല സാറേ, ഈ വിദേശ മലയാളി കുഞ്ഞിനെ വാങ്ങിയെന്ന് പറഞ്ഞതോ? അതങ്ങേരെ ഒരു അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്ത കൊച്ചാ അത്. അവിടെ അമ്മത്തൊട്ടിൽ ആരോ കൊണ്ട് കിടത്തിയ കൊച്ച. മക്കളില്ലാത്ത ഇങ്ങാർക്ക് രേഖയില്ലാതെ അനാഥാലയത്തിൽ നിന്ന് മദറാണ് ഈ കൊച്ചിനെ എടുത്തു കൊടുക്കുന്നത്. അവിടുത്തെ സർവന്റും അയാളോട് ഉടക്കിയപ്പം സർവന്റാണ് KK രാമേന്ദ്രൻ എടുക്കെ പരാതിയും കൊണ്ട് പോയത്. മനുഷ്യാവകാശ പ്രവർത്തകനാണല്ലോ അയാള്. അല്ല, ഇതിലിപ്പോ സാറിന്റെ ഡീലിംഗ് അത് സിമ്പിൾ അല്ലേടൂ. ഏത് ഭാഗത്തുനിന്നാണോ കൂടുതൽ കാശ് കിട്ടുന്നത് ആ ഭാഗത്തോട്ട് ചായും. ആ വിദേശ മലയാളി ഡോക്ടറും ഹോസ്പിറ്റലും ഒക്കെ ചേർന്ന് ഓഫർ ചെയ്യുന്ന ഒരു തുകയുണ്ടാവും. അവരുടെ എതിരാളികൾ ഓഫർ ചെയ്യുന്ന വേറൊരു തുകയുണ്ടാവും. ഇതിലേതാണോ കൂടുതൽ അത് നമ്മൾ സ്വീകരിക്കും. എന്താ സാറേ, എന്താണ് ഒളിച്ചും പാത്തൊക്കെ വരുന്നത്? എന്റെ ഒരു ഫയൽ ഇവിടെ ഉണ്ടോന്നൊരു സംശയം. അത് വിശന്നപ്പോ ഞാനെടുത്ത് അങ്ങ് പുഴുങ്ങി തിന്നു. എടോ, താൻ ഗാന്ധിജിയൊക്കെ തന്നെ ഞാൻ സമ്മതിച്ചു. എന്നാലും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന അത്ര നല്ല ശീലമല്ല കേട്ടോ. അയ്യോ സാർ, അതിന് ഞാനൊന്നും കേട്ടില്ലല്ലോ. എന്തോ കേട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നി. എന്റെ സാറേ, സാർ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുന്നതും കാശിന്റെ കാര്യം പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. കാലമാടോ, പാവങ്ങളുടെ കയ്യിൽ നിന്ന് കാശടിച്ചു മാറ്റാൻ നടക്കുന്ന മേലധികാരി. സാറേ, ഇത് പ്രശ്നമാവോ സാറേ? എന്തോന്ന് പ്രശ്നം? അവനൊന്നും പറയത്തൊന്നുമില്ല. താൻ പേടിക്കൊന്നും വേണ്ട. ഹലോ, എന്റെ സാറേ, ഞാൻ ആകെ വരടായിരിക്കുവാ. ആരേത്? രമ്യ ഡോക്ടറോ? എന്താ പ്രശ്നം? ഡോക്ടർ എന്തിനാ കരയുന്നത്? സാറിപ്പോ ഒന്നും അറിഞ്ഞില്ലേ? എന്നെ തകർക്കാൻ വേണ്ടി ഞാൻ ഒരു കുഞ്ഞിനെ വിറ്റു എന്ന് പറഞ്ഞ് ഇവിടെ ചിലരൊക്കെ ഇല്ലാത്ത ആരോപണങ്ങളായി നടക്കുക. ഞാൻ പേടിച്ചിരിക്കുവോ സാറേ? എന്നെ ഒന്ന് രക്ഷിക്കണം. ഓ, അതാണോ നേരത്തെ ഒരു ചാനലിൽ നിന്ന് വിളിച്ചത്? നാട്ടുകാർ മാഡത്തിന്റെ കാറിന് കല്ലെറിഞ്ഞ് പൊട്ടിച്ചെന്നോ വീടിന് കല്ലെറിഞ്ഞെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. എന്റെ സാറേ, ഊണോ ഉറക്കോ ഇല്ലാതെ സ്വന്തം മക്കളെ പോലും കെയറിയാതെ നാട്ടുകാർക്ക് വേണ്ടി സേവനം നൽകിയതിന്റെ നന്ദിയാ ഈ ആരോപണം. ആ സേവനമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. ടൗണിൽ ഡോക്ടറുടെ പേരിൽ 5-6 വീടുകളും എറണാകുളത്തും തിരുവനന്തപുരത്തും ഫ്ളാറ്റുകളും ഒക്കെ ഉണ്ടാക്കിയത് നിങ്ങളുടെ ഈ വരുമാനം കൊണ്ടല്ലേ? ഒക്കെ എനിക്കറിയാം. സാർ എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണം. അയ്യോ ഡോക്ടറെ, ഇത്രയും ജനങ്ങൾക്കെതിരായിട്ട് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പ്ലീസ് സാർ, പ്ലീസ്. ഞാനൊന്ന് നോക്കാം. പിന്നെ മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ അടുക്കെ ചെക്ക് ബുക്കുമായിട്ട് വൈകിട്ട് എന്നെ വന്നൊന്ന് കാണാൻ പറ. സാർ എന്നെ രക്ഷിക്കണം പ്ലീസ് സാർ, അതൊരു പ്രശ്നമല്ല. ഞാനൊന്ന് നോക്കട്ടെ.
എന്റെ സാറേ, സാറുണ്ടല്ലോ, സാറ് കിടുവല്ല കിക്കിടുവാ. ഇതൊരു ബുദ്ധിയാ. ആശുപത്രിക്കാരൻ ഡോക്ടറും വിളിച്ചു. ഇനിയിപ്പോ ആ വിദേശ മലയാളിയെ കൊണ്ടോടൊന്ന് വിളിപ്പിക്കണമല്ലോ. അതൊക്കെ വിളിച്ചോളും സാറേ. ഇനി ഈ കളിയിൽ ആലിക്കുട്ടിയുടെ റോൾ ഒന്നേ ഉള്ളൂ. എന്താ സാറേ? ചാനലുകാർ. അങ്ങനെ നഗരത്തിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ നവജാത ശിശുവിനെ വിൽപ്പന നടത്തിയ സംഭവം വൻ പ്രതിഷേധത്തിന് ഇടയാകുകയാണ്. നഗരത്തിലെ പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകനായ KK രാമചന്ദ്രനാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ഹോസ്പിറ്റൽ ഉപരോധിക്കുകയും ഡോക്ടറെ ഖരാവോ ചെയ്തിരിക്കുകയുമാണ്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുജന മാർച്ച് ഉടനെ നടക്കുമെന്ന് അറിയുന്നു. പോലീസ് ഇക്കാര്യത്തിൽ നിഷ്ക്രിയത്വം വെടിയണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ CI ഷിജു ഡാനിയലിന്റെ പ്രതികരണത്തിലേക്ക്. ഈ കാര്യത്തിൽ ഞങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരായ KK രാമേന്ദ്രൻ എന്ന പരാതി ഞങ്ങൾ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ നടപടി ഉണ്ടാകും. ശരി. സകലതും വിൽപ്പനച്ചരക്കാക്കുന്ന സമകാലിക സാഹചര്യത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഒഴിവാക്കപ്പെടുന്നില്ല എന്നത് നമ്മെ ഒരിക്കൽ കൂടി വേദനിപ്പിക്കുകയാണ്. ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് നിങ്ങളോടൊപ്പം ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. ചക്ക ചാനൽ ക്യാമറമാൻ പ്ലാമൂട്ടിൽ ശശിയോടൊപ്പം റിപ്പോർട്ടർ വരിക്കപ്ലാവിൽ തൊമ്മിച്ചൻ. സാറേ നാളെ കോടതിയിൽ ഹാജരാക്കേണ്ട പ്രിയെ കാണാനില്ല. താൻ എന്തായി പറയുന്നേ? അവൻ മൂത്രമൊഴിക്കുകയാണെന്ന് പറഞ്ഞ് ടോയ്ലറ്റിൽ കയറിയതാ. അപ്പൊ താൻ മൊബൈലിൽ വാട്സാപ്പിൽ കളിച്ചോണ്ടിരുന്നായിരിക്കും അല്ലേ? ഇല്ല. ജോലി പോകുന്ന കാര്യമാണ്. എടോ, താനൊന്നും ഒരിക്കലും പോലീസ് ആവേണ്ട ആളല്ല. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്. ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു CI. വാ നോക്കാം. ഇവിടെയും കാണുന്നില്ല. എടോ, കോടതിയിൽ ഹാജരാക്കേണ്ട പ്രതിയാ. എന്റെ റെസ്പോൺസിബിലിറ്റിയെ ഞാൻ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. സാർ ആരൊരു പാവമായതുകൊണ്ട് ഞാൻ അങ്ങനെ സംശയിച്ചില്ല സാർ. ഇനിയിപ്പോ മുങ്ങിക്കാണോ ആവോ? ഇല്ല സാർ, അതിന് ചാൻസ് ഇല്ല. പറഞ്ഞ ക്യാഷ് ഉണ്ട്. അപ്പൊ ഇനി സാർ ധൈര്യമായിട്ട് വിട്ടോ, കാര്യങ്ങളൊക്കെ ആലിക്കുട്ടിയേറ്റു. ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ രക്ഷിക്കണമെന്ന് CIയോട് പ്രത്യേകം ഒന്ന് പറഞ്ഞേക്കണം. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കാര്യങ്ങളെല്ലാം CI സാർ നോക്കിക്കോളും. ഇനി ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട സാറേ. ചാനലിലെ ന്യൂസ് ഒക്കെ വന്ന പ്രശ്നമല്ലേ, അതാ എനിക്കൊരു ടെൻഷൻ. ഓ സാറേ, ചാനലുകാർക്കും അരി മേടിക്കണ്ടേ? അതിനു വേണ്ടി ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും ജനങ്ങൾ അറിഞ്ഞ ഒരു പ്രശ്നം ചാനലുകാർ ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ചാനലെന്ന് പൊതുജനം വിചാരിക്കത്തില്ലേ? ഓ, എന്നാലും എനിക്കൊരു ഭയമാ. എന്തിനാ സാറേ ഭയം? അവന്മാർ ഒരിക്കലും സാറിന്റെ ഹോസ്പിറ്റലിന്റെ പേര് പറയത്തില്ലല്ലോ. പ്രശസ്തമായ ഹോസ്പിറ്റൽ, പ്രമുഖരായ ഡോക്ടർ എന്നൊക്കെയല്ലേ പറയൂ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കേ. താനെന്തിനാ പേടിക്കുന്നേ? താനൊരു പോലീസുകാരനല്ലേ? പക്ഷെ കൈക്കൂലിരിക്കുന്ന ഒരു പേടി സാർ കിട്ടും. നല്ല അടി കൊടുത്താൽ എന്താണ് ഒരു പരിഗണന? അത് പിന്നെ എന്താണ് ബാഗില്? അതിപ്പോ നമ്മുടെ CI സാർ ഹോസ്പിറ്റലിൽ പോയപ്പോ ഈ ബാഗ് അവിടെ മറന്നു വെച്ചപ്പോ ഈ സാർ ഇതുവഴി വന്നപ്പോ ഇതിവിടെ തന്നിട്ട് പോയപ്പോ ആ സാറിന് കൊടുക്കാൻ വേണ്ടി തന്നപ്പോ. വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നുണ പറയും കേട്ടോ. അല്ല, ഇതെന്തോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്തോ ആണ് ഗൾഫിൽ നിന്ന് തന്നിട്ട് പോയപ്പോ. ചെല്ല്. എടോ, തന്റെ CIയുടെ കൈക്കൂലിക്കാര്യം റിപ്പോർട്ട് ചെയ്യാതെ ഈ ASI പത്മകുമാറിന് ഊണും ഉറക്കമില്ല. സാറെന്തോ വല്ല കഥ എഴുതുമായിരിക്കും അല്ലേ? ചിലപ്പോ വല്ല തിരക്കഥയോ മറ്റോ ആയിരിക്കും. അതാ ഇടത് കൈ കൊണ്ട് എഴുതുന്നത്. ബഹുമാനപ്പെട്ട വിജിലൻസ് SP സാർ അറിയുന്നതിന്, പേര് വെക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു പൗരൻ ബോധിപ്പിക്കുന്ന പരാതി എന്തെന്നാൽ, അയ്യോ ദേ പോയി പൈസ. എന്താ സാറേ ഒരു വെപ്രാളം? വീടിന്റെ ആധാരം വല്ലതും ആണോ പറഞ്ഞു പോണേ? അല്ല, അതെ, അത് പ്രധാനപ്പെട്ട ഒരു പേപ്പറാ. പ്രധാനപ്പെട്ട പേപ്പർ എന്നാ ഒന്ന് കാണാമല്ലോ. ഞാൻ എടുത്തോളാം. എന്റെ പേപ്പർ. ബഹുമാനപ്പെട്ട വിജിലൻസ് SP സാർ അറിയുന്നതിന് സാറ് വിജിലൻസിന് കത്തയക്കുകയാണല്ലേ? ഞാനോ? എന്തിന്? ആരെ കുറിച്ച്?
പിന്നെ ഈ പേപ്പർ ഇത് പറന്നു പോയപ്പോഴുള്ള സാറിന്റെ ഒരു വെപ്രാളം വേവലാതി. പറയണ സാറേ, പറ സാറേ, പറ. ഒരാളോ? ഒരാളല്ല ഒലക്കെ. ഒലക്കയുടെ മൂട്. എന്നത്? ഒരാള് അത് ഒരാള് തന്ന പരാതിയാ വിജിലൻസിന് കൊടുക്കാൻ. സ്റ്റേഷൻ മാറിപ്പോയേ ഇത് ഞാനിത് അയച്ചു കൊടുത്തോ. തന്നെ സാറേ, തന്നെ. പിന്നെ താനിത് ആരോടും പറയാൻ നിൽക്കണ്ട. വെറുതെ എന്തിനു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞാനിത് ആരോട് പറയാനാ സാറേ? എനിക്കറിയാം എന്താ പറയില്ല. SI യോട് പറയാനോ അതോ CI യോട് പറയാനോ? അതിപ്പോ താൻ ആരോട് പറഞ്ഞാ എനിക്കെന്താ? ഞാനിതങ്ങ് അയച്ചു കൊടുക്കും. ആരോ തന്ന പരാതി, അത്രേ ഉള്ളൂ. ആരോ തന്ന പരാതി അല്ലേ സാറേ? എന്നാ എവിടെയോ ഒരു സ്മെല്ല് വരുന്നില്ലേ എന്നൊരു സംശയം. അതെ, ഞാനൊരു പെർഫ്യൂം വാങ്ങിച്ചടിച്ച അതിന്റെ സ്മെല്ല്. പെർഫ്യൂമിനൊക്കെ ഇപ്പൊ കെട്ട സ്മെല്ലാണോ സാറേ? എന്തായാലും ഈ കെട്ട സ്മെല്ലിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. മൊത്തത്തിൽ ചീഞ്ഞ് നാറുന്നുണ്ട്. ശരിയാക്കി തരാം. നിങ്ങളുടെ നമസ്കാരം സാർ. MLA സാർ എന്താ പതിവില്ലാതെ? പതിവില്ലാത്തൊക്കെ ആണല്ലോ ഇവിടെ നടക്കുന്നത്. തന്റെ CA അകത്തുണ്ടോ? എവിടെ പോനെ സാറേ, എപ്പോഴും ഇവിടെ തന്നെ കാണും. പിന്നെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന് വെച്ചാ സാറ് വിചാരിക്കണേ സാറേ. താൻ ഉറപ്പിച്ചോ? അത് ഉടനെ നടക്കും. സത്യമാണ് സാറേ. ഈശ്വര, സമാധാനമായി. MLA സാർ എന്താ പറഞ്ഞേ? നീ നോക്കിക്കോടാ, നമ്മുടെ MLA CA സാറിന് സ്ഥലം മാറ്റിക്കുന്നുള്ളത് ഉറപ്പാ. ആണോ? എന്റെ ഡോക്ടറെ, ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം കെട്ടടങ്ങിയില്ലേ? ഇതൊക്കെ അത്രേ ഉള്ളൂ. ചുമ്മാ ഏത് പ്രശ്നവും ചാനലുകാർ ആദ്യം എടുത്ത് ബലൂണ് പോലെ അങ്ങ് വീർപ്പിക്കും. വേറൊരു പ്രശ്നം വരുമ്പോ അവന്മാർ ആദ്യത്തെ പ്രശ്നത്തെ ഒരു മുട്ടുസൂചി കൊണ്ട് ബലൂണ് പോലെ അങ്ങ് പൊട്ടിക്കും. വളരെ നന്ദിയുണ്ട് സർ. സാർ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്തായാലും ഡോക്ടർ നന്ദി പറയാൻ വേണ്ടി വിളിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ശരി ഡോക്ടർ. ഇരിക്കു സാർ. എന്തൊക്കെയാ CA ഇവിടെ നടക്കുന്നത്? എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശുവിനെ വിൽക്കുന്നു. അതിന്റെ പേരിൽ ആൾക്കാർ ഡോക്ടറെയും ഹോസ്പിറ്റലിനെ ആക്രമിക്കാൻ പോകുന്നു. ചാനലിൽ വാർത്തയാകുന്നു. എന്താ ഇതിന്റെയൊക്കെ പിന്നില്? ഞങ്ങൾ അന്വേഷിച്ചു സാർ, അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല. ഇരട്ട കുട്ടികളിൽ ഒരാൾ പ്രസവത്തോടെ തന്നെ മരിച്ചതാണ് സാർ. പിന്നെ എങ്ങനെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി? അത് മറ്റു ഹോസ്പിറ്റലുകാർ ഉണ്ടാക്കിയ ഒരു മാനിപ്പുലേറ്റഡ് ഇഷ്യൂ ആണ്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഞങ്ങൾ അത് അന്വേഷിച്ചു സാർ. ആ 2 ദിവസത്തിനുള്ളിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളിലെ MD-മാരുടെ ഫോൺ കോളുകൾ ഒന്നിച്ച് ചെക്ക് ചെയ്തു. അവരുടെ കോൾസ് സൈബർ സെല്ല് റെക്കോർഡ് ചെയ്തത് പ്രകാരം ആ ഇഷ്യൂസ് ഫേക്ക് ആണെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ ഞങ്ങൾ ചാനലുകാരെ അറിയിക്കുകയും ചെയ്തു. ചാനലുകാരെ അറിയിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? നിങ്ങളാണോ ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കേണ്ടത്? അതിനാണ് ജനങ്ങൾ ഞങ്ങളെ MLA എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് അങ്ങ് നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പൊ സാറ് ജനങ്ങളുടെ ഭാഗത്തല്ലേ നിൽക്കേണ്ടത്, അതോ അമ്മായിപ്പന്റെ വെൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഭാഗത്തോ? എന്റെ സാറേ, സാറിനറിയാമല്ലോ തെളിവില്ലാതെ CI ഷിജു ഒന്നിനും ഇടപെടത്തില്ലെന്ന്. നിങ്ങൾ എല്ലാവരും ചേർന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ KK രാമേന്ദ്രന് കാശ് കൊടുത്ത് ഒരു ഫേക്ക് കംപ്ലൈന്റ് ഉണ്ടാക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാൽ അതൊക്കെ അങ്ങോട്ട് വിഴുങ്ങാനായിട്ട് ഞാനത്ര മണ്ടലൊന്നുമല്ല. ഇയാള് വലിയ സുരേഷ് ഗോപി ഡയലോഗ് ഒന്നും അടിക്കണ്ട. വേണ്ടി വന്നാൽ ഈ പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ ഞാൻ പിള്ളേരെ ഇറക്കും. എണീക്കണോ? ഇനി താനൊരു അക്ഷരം മിണ്ടിയാവുണ്ടല്ലോ, തന്നെ വലിച്ചെടുത്ത് ഞാൻ പുറത്തറിയും. എടോ, താൻ ഈ പ്ലേ ഒക്കെ പ്ലാൻ ചെയ്തതിന്റെ ടേപ്പ് എന്റെ കയ്യിലുണ്ട്. ഒരാശുപത്രിയെ താറടിച്ച് കാണിക്കാൻ താനും തന്റെ അമ്മായിപ്പനോട് ചേർന്ന് താൻ കാണിച്ച തറ പരിപാടികളെല്ലാം എന്റെ പെൻഡ്രൈവിൽ ഇരിപ്പുണ്ട്. എന്റെ സാറേ, ഒറ്റ രാത്രി കൊണ്ട് ഒരാളുടെ മന്ത്രിസ്ഥാനം തെറിക്കുന്ന രാജ്യമായത്. ഈ ഒരൊറ്റ തെളിവ് മതി തന്റെ MLA സ്ഥാനം തെറിപ്പിക്കാൻ. അയ്യോ ഷിജു, ഐ ആം വെരി സോറി. ഒരിക്കലും ടേപ്പ് പുറത്തുവിടല്ലേ. ഇല്ല സാറേ, സാറ് പേടിക്കൊന്നും വേണ്ട. സാർ ധൈര്യമായിട്ട് വെക്കൂ. നാളെ സാറിനെ കൊണ്ടൊരാവശ്യം വരുമ്പോ സാർ എന്നെ തട്ടിക്കളയാതിരിക്കാൻ ആ പെൻഡ്രൈവ് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു സേഫ് ആണ്. എന്നാ പിന്നെ സാർ ഇറങ്ങല്ലേ? അപ്പൊ പിന്നെ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. ഓ, മല പോലെ വന്നതാ, ആ ഡെലി പോലെ പോന്ന് നമ്മളെടുക്കലാക്ക. അല്ല സാറേ, നമ്മുടെ CI സാറിന്റെ ട്രാൻസ്ഫർ ഉറപ്പായോ? ഒന്ന് പോടാ അവിടുന്ന്. അധികം ഏഷണി വന്നാലേ തന്റെ ട്രാൻസ്ഫർ ആയിരിക്കും ഞാൻ ഉറപ്പാക്കുന്നത്. ഇങ്ങനെ ഇല്ലേ ഈ രാഷ്ട്രീയക്കാരിങ്ങനെ നിക്കണ നിപ്പില് കാല് മാറിക്കളയും.
കഷ്ടം. ഇനി എന്നെ ട്രാൻസ്ഫർ വല്ലതും ചെയ്യൂ? കൊന്നത്തടി CA ഷിജുവിനെ കുറിച്ച് വിജിലൻസിന് കിട്ടുന്ന 6ാമത്തെ കംപ്ലൈന്റ് ആണ്. സോ വി മസ്റ്റ് മൂവ് ടുഡേ ഇറ്റ്സെൽഫ്. യെസ് സാർ. ഏതെങ്കിലും പ്രതിയുടെ ബന്ധുവിന്റെ കയ്യിലായിരിക്കണം നമ്മൾ പൗഡറുകൾ പൂശിയ നോട്ടുകൾ നൽകേണ്ടത്. ഓപ്പറേഷൻ ഒരിക്കലും പാളിച്ചു വരരുത്. ഇല്ല സാർ. ഓക്കെ, യു വിൽ ഗോ. ഓക്കെ. ഹലോ ആലിക്കുട്ടി, ഞാൻ വിജിലൻസിലെ ജാഫർ. ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. എന്ത് മെസ്സേജാ ജാഫറെ? നമ്മുടെ CI സാറിനെ കുറിക്കാനുള്ള കയറുമായിട്ട് നമ്മുടെ ഏമാമാര് വിജിലൻസിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അയ്യോ, പിടി വീഴുവോ? ഉറപ്പാണോ? ജാഫറെ, പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് വല്ലതും കിട്ടുന്നതാ. പിടി വീണാ പിന്നെ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ വീഴും. അണ്ണൻ നമുക്കും വല്ലതും തരുന്നല്ലേ, അതാ ഞാൻ മുന്നറിയിപ്പ് തന്നത്. ആര് കാശ് കൊണ്ടുവന്നാലും വാങ്ങിക്കരുത് കേട്ടോ. എന്തായാലും പറഞ്ഞത് നന്നായി. ഭയങ്കര ആക്രാന്തക്കാരനാ. ഇങ്ങനെ എവിടെ പോയിരിക്കുക? വിളിച്ചു നോക്കാം. ഹലോ. ഹലോ സാറിപ്പോ എവിടാ? ഞാനിപ്പോ വീട്ടിലാ. ഒരു പാർട്ടി കുറച്ച് കാശുമായിട്ട് വരാന്ന് പറഞ്ഞു. അയ്യോ സാറേ, ഒന്നും വാങ്ങിക്കല്ലേ. വിജിലൻസ്. വിജിലൻസോ? ചായ ഉണ്ടോ നിലശിലെ? എന്തൊക്കെയുണ്ട് സഹപ്രവർത്തകരെ? സുഖം തന്നെയല്ലേ? അതെ സാർ. ഏതോ ഒരു തെണ്ടി എനിക്കെതിരെ വിജിലൻസിൽ പരാതി കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. അവൻ ആരായിരുന്നാലും അവനെ ഞാൻ പൊക്കും. പക്ഷെ അതിനു മുമ്പ് വിജിലൻസുകാർ എന്നെ പൊക്കുവെന്നായി എന്റെ പേടി. അതെന്തിനാ സാർ? സാറ് സത്യസന്ധമായി ജോലി ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? പിന്നെ അത് ആർക്കും അറിയാൻ പാടില്ലാത്ത. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവന്മാർക്ക് അറിയണ്ടേ? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ്. കൈക്കൂലി എന്ന് പറയുന്ന സാധനം ഈ ഏരിയയിൽ കടക്കാൻ പാടില്ല. യു മൈൻഡ് ഇറ്റ്? ഓക്കേ? ഓക്കേ. എന്തോടോ ഇത്? അല്ല, ദിനേശൻ സാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇവിടെ അങ്ങനെ കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. സാറേ, ആ കള്ളനോട്ട് കേസിലെ പ്രതി അന്വേഷിച്ച് നടക്കാൻ സാറ് പറഞ്ഞിട്ടില്ലേ ഞാൻ പോയത്? ഉവ്വ. എന്നിട്ട് പ്രതി എവിടെ? പ്രതി ആവിയായിപ്പോയി അല്ലേ? ശരി. ഒരു അത്യാവശ്യത്തിന് സാറിന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വാങ്ങിയ കാശാ സാറേ. അത് തൽക്കാലം തന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അയ്യോ വേണ്ട സാറേ, എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോവും, അതുകൊണ്ടാ. വേണ്ട. കാശ് കൊണ്ടുള്ള ഒരു ഏർപ്പാട് ഞാനില്ല. സാറെന്തോന്നായി പറയുന്നത്? ഇത് സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ കാശല്ലേ? പിടിക്കും സാറേ. എന്റെ ദിനേശ, പണി ഏത് രൂപത്തിലാ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. കാശ് ഞാൻ വാങ്ങിക്കത്തില്ല. വിട്ടോ. വിജിലൻസ്. വിജിലൻസ്? ഈ സാറിന് ഇതെന്തോ പറ്റി? എന്നെ പറ്റിക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുവാ. എന്തായാലും സംഗതി ഏറ്റു എന്നാ തോന്നുന്നത്. ആള് പുലിമുരുകനായിരുന്നില്ലേ? ഒറ്റ ദിവസം കൊണ്ട് ആള് എലിമുരുകനായില്ലേ? അതെ, ഷിജു സാർ ഞാൻ കടം വാങ്ങിയ കാശ് കൊടുത്തിട്ട് പോലും വാങ്ങുന്നില്ല. എന്ത് പറ്റി? എങ്ങനെ വാങ്ങും? വലിയൊരു പണിയല്ലേ നമ്മുടെ സത്യസന്ധനായ ASI സാറ് ഷിജു സാറിന് കൊടുത്തിരിക്കുന്നത്. ആര്? പപ്പ സാറോ? എന്താ സംഭവം? സാറേ, ഇവള് ചുമ്മാ പറയുന്നതാ. CI സാറ് കൈക്കൂലിയുടെ കാര്യത്തില് അല്പം വീരനാണെന്ന് ഏതോ ഒരു പൗരൻ വിജിലൻസിന് കംപ്ലൈന്റ് കൊടുത്തു. അതിന്റെ റിയാക്ഷൻ വിജിലൻസിൽ നിന്ന് സാറിന് കിട്ടിയിട്ടുണ്ടാവും. ആ പൗരൻ പപ്പൻ സാറായിരിക്കും എന്നാണ് എന്റെ സംശയം. സംശയിക്കാനൊന്നുമില്ല സാറേ, മൂപ്പരെടുത്ത കൈ കൊണ്ട് എഴുതുന്നത് ഞങ്ങൾ കണ്ടതല്ലേ. അയ്യോ, എന്നാലും അതൊക്കെ മോശമല്ലേ പപ്പ സാറേ? അതിപ്പോ IPC പ്രകാരം കളവ് മാത്രമല്ലല്ലോ കുറ്റം, കളവിന് കൂട്ടു നിൽക്കുന്നതും കുറ്റമാണല്ലോ. അപ്പൊ ന്യായമായും ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതിൽ എന്താ സർട്ടിഫിക്കറ്റ്? കാശ് പൗഡർ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. താൻ പോകുന്നു, കാശ് കവറിൽ നിന്നെടുത്ത് അയാൾ കൊടുക്കുന്നു. എന്നിട്ട് വാങ്ങിയ ഉടനെ കൈക്കൂലി വിജിലൻസ് എന്ന് വിളിക്കുന്നു. ഒന്ന് റിഹേഴ്സൽ ചെയ്തേ. ഇദ്ദേഹമാണ് CI ഷിജു എന്ന് വിചാരിച്ചേ. സാറേ, കള്ളക്കേസിൽ നിന്ന് എന്റെ അനിയനെ റിലീസ് ചെയ്യേണ്ട നന്ദിയായത്. സാറത് വാങ്ങണം. ഏതനിയൻ? എന്താ സംഭവം? ഒക്കെ പറയാം. സാറത് വാങ്ങിയട്ടെ. 1 ലക്ഷം രൂപയുണ്ട്. കൈക്കൂലി വിജിലൻസ്. അപ്പൊ കൈക്കൂലിയുമായി വിജിലൻസുകാർ വന്നു കഴിഞ്ഞു.
പൊട്ടന്മാര് വഴിയിൽ നിന്ന് നാടകം കളിക്കുന്നു. എന്തായാലും സാറിനെ അറിയിക്കാം. സാറേ, അവന്മാർ എത്തിക്കഴിഞ്ഞു. ഏതാവന്മാര്? സാറേ, വിജിലൻസുകാര്. പൗഡർ ഇട്ട നോട്ടുകളുണ്ട് കയ്യില്. ജാഗ്രത. ഇത് വലിയ കഷ്ടമായല്ലോ. എടാ, ഈ നാട്ടിൽ എത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ട്, എത്ര CA-മാരുണ്ട്, എന്നിട്ട് ഇവന്മാര് പൗഡർ ഇട്ട നോട്ട് കണ്ട് എന്റെ പിന്നാലെ നടക്കുന്ന എന്തിനാന്നേ? എന്റെ സാറ് ചെയ്യുന്ന തെണ്ടിത്തരങ്ങളൊക്കെ കണ്ട് സാറിന് പണി തരാനിരിക്കുന്ന ഒരു സത്യസന്ധനുണ്ടല്ലോ സ്റ്റേഷനിൽ, അയാൾ കൊടുത്ത പരാതിയാ. ആര്? ASI പപ്പനും? ആ, അതെ തന്നെ. എന്താ CA സാറിനൊന്ന് കാണണം. എന്താ കാര്യം? ഒരു നന്ദി പറയാനാ. നന്ദി ഇവിടെ പറഞ്ഞാ മതി, ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം. മനുഷ്യനെ മെനക്കെടുത്താൻ. അല്ല, ഈ നന്ദി പറയാൻ വേണ്ടി മാത്രം CI സാർ എന്താ ഇത്രയ്ക്ക് ചെയ്തു തന്നെ? എന്റെ അനിയനെ CA സാർ ഒരു കള്ള കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി, അതിന്റെ നന്ദിയാ. എന്തിനാ പപ്പ സാർ അയാളെ തടയുന്നേ? പോയി കണ്ടോട്ടെ CI സാറിനെ. ചെല്ല്. താനാണല്ലോ CI സാറിന്റെ വാല്. സാറേ, വിജിലൻസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട് സാറേ, ഒന്ന് ശ്രദ്ധിച്ചോണേ. 2 പഴം പൊരിക്കും ഒരു ചായക്കും പറയട്ടെ സാറേ. ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കൂ. കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ കൂൾ ഡ്രിങ്ക്സോ എന്താണ് വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ട സാർ. സാറേ, ഈ CA ഷിജു കാണുന്ന പോലൊന്നും അല്ല, വെറും പാവമാണ്. എനിക്ക് ധാരാളം ശത്രുക്കളുണ്ട്. എന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. സാർ ഇതൊന്നും വിശ്വസിക്കരുത്, ഞാനൊരു പാവമാണ്. ഇതെന്താ സാറി പറയുന്നേ? സാറിന്റെ കാണപ്പെട്ട ദൈവമാ. സാറിന്റെ അനിയനെ ഒരു കള്ളക്കേസിൽ നിന്ന് രക്ഷിച്ചതല്ലേ, അതിന്റെ നന്ദി പറയാൻ വന്നതാ. അയ്യോ, അതെന്റെ ഡ്യൂട്ടി അല്ലേ സാറേ? എല്ലാ കള്ളക്കേസിൽ നിന്നും എല്ലാവരും ഞാൻ രക്ഷിക്കും. ചെറുപ്പം മുതൽ അതിന്റെ ഒരു ശീലമായിപ്പോയി. നമ്മുടെ നീതി ദേവത തന്നെ പറയുന്ന അതല്ലേ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അത് ശരിയാണ് സാർ. എന്റെ കുടുംബത്തെയാണ് സാർ രക്ഷിച്ചത്. സാർ അത് വാങ്ങണം, എന്റെ ഒരു സന്തോഷത്തിന്. ഇത്തിരി കാശ. എന്താണ് ഇത്? കൈക്കൂലിയോ? സത്യസന്ധനായ CI ഷിജുവിന് നേരെ കൈക്കൂലി കിട്ടുന്നു? ഗെറ്റ് ലോസ്റ്റ് ഐസേ. നിങ്ങൾ കാള് മാറിയിരിക്കുന്നു. അയ്യോ, കൈക്കൂലി അല്ല സാർ, എന്റെ ഒരു സന്തോഷത്തിന് വാങ്ങണം സാർ. കൈക്കൂലിയായിട്ട് ഇതിനെ കാണരുത് സാർ, പ്ലീസ് സാർ. ഐ സേ ഗെറ്റ് ഔട്ട്. സോറി സാർ. എന്നെ കൈക്കൂലിയോ? എടോ, സത്യസന്ധനായ സാറിന് ആരെങ്കിലും കൈക്കൂലി കൊടുക്കൂ? എന്താണോ ഇത്? തനിക്ക് അനിയനെ റിലീസ് ചെയ്തതിന്റെ സന്തോഷത്തിൽ സ്റ്റേഷനിൽ ഒരു ചെലവ് നടത്തണം, അത്രയല്ലേ ഉള്ളൂ. അതിനൊരു വഴിയുണ്ട്. നേരെ പോയി ASI പപ്പൻ സാറിന്റെ കയ്യിൽ ചെലവ് നടത്താനാണെന്ന് പറഞ്ഞ് ഇതിന്ന് കാശെടുത്ത് കൊടുക്കുക. ശരി സാർ. പോയിക്കോ. ഈ ഐഡിയ എങ്ങനെയുണ്ട് സാറേ? ഞാൻ വിളിച്ചോളാം സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. എന്തായടോ, CI സാറിന് നന്ദിയൊക്കെ പറഞ്ഞോ? എടോ, അങ്ങേര് മാത്രം വിചാരിച്ചോണ്ട് തന്റെ അനിയനെ വിടാൻ പറ്റില്ല. നന്ദി ഞങ്ങൾക്കും കൂടെയൊക്കെ വേണം. അതിനാണ് സാർ ഞാനിപ്പോ വന്നത്. സ്റ്റേഷനിൽ നല്ലൊരു ചായ നടത്തണം, അതിന്റെ ചെലവ് സാറിന്റെ കൈ കൊടുത്താൽ മതി എന്ന് CI സാർ. അങ്ങനെ പറയാറില്ലല്ലോ. സാധാരണ മൂപ്പര് ഒറ്റയ്ക്ക് വിഴുങ്ങല പതിവേ. സാർ ഇതിന് ഇഷ്ടമുള്ള കാശെടുത്തോ, ചായ നടത്താം. അങ്ങനെ ഇഷ്ടമുള്ളതൊന്നും വേണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ചായയുടെയും കടിയിലും കാശ് മാത്രമേ എടുക്കുന്നുള്ളൂ. കൈക്കൂലി. വിജിലൻസ്. സോറി സർ, വി ആർ ഫ്രം വിജിലൻസ്. ഇത് ഫിനോഫ്തിലിൻ പൗഡർ വിതറിയ നോട്ടുള്ള. സാർ, ഞാൻ പാവമാണ്, ഞാനൊരു സത്യസന്ധനാണ്. ഞാൻ ഇതുവരെ ആരെയും കൈക്കൂലി വാങ്ങിയിട്ടില്ല. ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാം. അതൊക്കെ കോടതിയിൽ തെളിയിച്ചോളൂ. സാർ, ഇയാൾ എന്നെ മനഃപൂർവ്വം ചതിച്ചതാ സാർ. സാർ, ഞാൻ പാവമാണ് സാർ, ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ പറയുന്നത് കേക്ക് സാർ. സാർ, ഞാൻ ആരെയും കൈക്കൂലി വാങ്ങിയിട്ടില്ല സാർ. പറയുന്നത് കേക്ക്. വാളെടുത്തവൻ വാളാ. ചക്കിന് വെച്ചത് പപ്പന് കൊണ്ടു. പപ്പനോ? കിളി കൊക്കിന് കൊണ്ടു. കൊക്ക്.